എല്ലാവർക്കും നമസ്കാരം. എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായി മാരയ്ക്ക് കയറുകയാണ്. 12ഓളം ആളുകൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. 4-5 ദിനങ്ങളിലെ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഉഗ്രൻ പാക്കേജും ഉഗ്രൻ സഫാരിയും ഉഗ്രൻ റിസോർട്ടിലെ താമസവും എല്ലാം ഉൾപ്പെടെയുള്ള ആ ദിനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. മസായി മാരയിലെ വന്യജീവി കാഴ്ചകളുമായി എം ഡി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു. ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കും. വനയാത്രികരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര മസായി മാര. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് ഈ കാഴ്ചയുടെ തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ജനുവരി 17 ഞങ്ങൾ 12 പേർ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വിമാനം പിടിച്ചു. 6 പേര് കൊച്ചിയിൽ നിന്നും, 5 പേർ ബാംഗ്ലൂരിൽ നിന്നും, ഒരാൾ ബോംബെയിൽ നിന്നുമാണ് യാത്രയിൽ ഒത്തുചേർന്നത്. കൊച്ചിയിൽ നിന്നും ഞങ്ങൾ എല്ലാവരും ബോംബെയിൽ നേരത്തെ തന്നെ എത്തി. വെളുപ്പിന് 2 മണിക്കാണ് നെയ്റോബിക്കുള്ള ഫ്ലൈറ്റ്. ബോംബെയിലെത്തിയ എല്ലാവരും ലോഞ്ചിൽ കയറി സമയം കളയുമ്പോൾ ബാക്കിയുള്ളവരും എത്തിക്കൊണ്ടിരുന്നു. മാര എന്ന ഗ്രൂപ്പിൽ ഇതിൻ്റെ മെസ്സേജുകൾ കൃത്യമായി വന്നുകൊണ്ടിരുന്നു. കൃത്യസമയത്ത് അനൗൺസ്മെൻറ്റും എത്തി. പോകാനുള്ള സമയമായിരിക്കുന്നു. 12 പേര് തയ്യാറെടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറി. ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പൈലറ്റിൻ്റെ അറിയിപ്പ് വന്നു. 6 മണിക്കൂർ നീണ്ട യാത്ര നെയ്റോബി എയർപോർട്ടിൽ അവസാനിക്കുന്നു. ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നു. രാവിലെ 5:45 അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെളിയിലെത്തുമ്പോൾ ക്ലബ് ഹൗസ് സുഹൃത്ത് പാമ്പാടിക്കാരി ഷെറിയും സുഹൃത്ത് സിനിമാ പ്രൊഡ്യൂസറും മ്യൂസിക് ഡയറക്ടറും ഒക്കെയായ മാത്യു പുളിക്കനും ഉൾപ്പെടെ വെളിയിൽ കാത്തു നിൽക്കുന്നു. അവരോടൊരു ഹായ് പറയാൻ മാത്രമേ സമയം കിട്ടിയുള്ളൂ. മാരയ്ക്ക് പോകാനുള്ള ഞങ്ങളുടെ വണ്ടി തയ്യാറായി നിൽക്കുന്നു. സാധനങ്ങളെല്ലാം കയറ്റി വെക്കുന്ന സമയം മാത്രമേ ഷെറിയുമൊത്ത് ചെലവഴിക്കാൻ സാധിച്ചുള്ളൂ. തിരിച്ചു വരുമ്പോൾ വിശദമായി കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാരയ്ക്ക് തിരിക്കുമ്പോൾ ഏകദേശം 8 മണിക്ക് അടുത്തായി കഴിഞ്ഞിരുന്നു. നെയ്റോബിൽ നിന്ന് പോകുന്ന വഴിക്കാഴ്ചകൾ പകർത്തി ഞങ്ങൾ നേരെ പോയത് റിഫ്റ്റ് വാലിയിലേക്കാണ്. കെനിയുടെ വന്യതയുടെ മനോഹര കാഴ്ചകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പകർത്തി. German tree. German tree. German tree. Big five.
ആ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് വഴിയരിയിലെ ഒരു ഹോട്ടലിലേക്കായിരുന്നു. കെനിയൻ തനത് ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറയിലേക്കാണ് ഞങ്ങൾ കയറിയത്. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വീണ്ടും യാത്ര തിരിച്ചു. നീണ്ട 4 മണിക്കൂർ യാത്ര മാരയിലെത്തുമ്പോൾ ഉച്ചയായിരുന്നു. മസായി മാര ടൗണിലെത്തി റിസോർട്ടിലേക്കുള്ള വഴിയിലെത്തുമ്പോൾ തന്നെ കാടിൻ്റെ കാഴ്ചകളും നമുക്ക് മുന്നിൽ വന്യജീവി കാഴ്ചകളിൽ ആദ്യ കാഴ്ചയായി ബബൂൻ്റെ കാഴ്ചയും എത്തി. ഈ സമയം മുതൽ ക്യാമറ താഴെ വെച്ചിട്ടില്ല എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. റിസോർട്ട് കോമ്പൗണ്ടിലേക്ക് അടുക്കുമ്പോൾ മുന്നിൽ വീണ്ടും കാഴ്ചകളായി ജിറാഫുകളും എത്തി. കുറച്ച് ദൂരെ നിന്നുകൊണ്ട് തന്നെ ജിറാഫുകളെ പകർത്തി. ഉടൻ തന്നെ ഞങ്ങൾ റിസോർട്ടിൽ എത്തുകയും ചെയ്തു. തലിക് ബുഷ് ക്യാമ്പ് എന്ന മാര റിവറിനോട് ചേർന്ന്, അല്ലെങ്കിൽ മാര കാടിനോട് ചേർന്ന്, അതുമല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹര സ്ഥലമാണിത്. അതും ചാടാൻ പറ്റില്ല. താനെ കിടക്കും. ടെന്റല്ലേ? അല്ലല്ല അല്ലല്ല ഉള്ളിൽ പോയി വിളിച്ചേട്ടാ വരുന്നുണ്ട്. അതെടുത്തു. ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ഒരു കുഞ്ഞു മഴ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷമാണ്.
നമ്മുടെ കോട്ടേജുകൾക്ക് മുന്നിൽ നിന്നാൽ തന്നെ ഹിപ്പോകളെയും ബബൂണുകളെയും ഹൈനകളെയും ജിറാഫുകളെയും മുതലുകളെ എല്ലാം നമുക്ക് കാണാവുന്നതാണ്. വന്യജീവി കാഴ്ചയ്ക്ക് മറ്റൊരിടത്തും പോകണ്ട എന്ന് സാരം. നോക്കടാ വാ വിളിച്ചേ. അവരോട് നോക്കി. ഞാൻ മുങ്ങി കിടക്കും. ഉണ്ടോ മുങ്ങിയുണ്ടോ? നാളെ മുതലാണ് ഗെയിം കാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ ഗെയിം ഡ്രൈവുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ന് ഈ റിസോർട്ടിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ മാത്രമാണ്, കൂടെ കുറച്ച് വിശ്രമവും. വിശ്രമമെടുക്കാൻ സമയമില്ല എന്നതാണ് കാര്യം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫ്രഷായി കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും ആ റിസോർട്ടിന് ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങി എന്നതാണ്. എല്ലാവരും അവിടെ ഇവിടങ്ങളിലേക്ക് ഇറങ്ങി നടന്നു, കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മുടെ പരിസരത്ത് വന്യജീവി സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ കോട്ടേജുകൾക്ക് മുന്നിൽ മസായികളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. തലയുടെ പുറകെ അടിച്ചാ തല പൊട്ടിക്കും. ഇത് പക്ഷേ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണോ അതോ ഇത് സാധാരണ കമ്പ് വെട്ടി രാജിക്കൊന്നും ഇതെങ്ങനെ അടിക്കണമെന്ന് അതൊന്ന് നോക്കാനാണ് മാമനോട് ചോദിക്കത്. ട്രയലൊന്നും നോക്കട്ടെ. അല്ല ഇതെങ്ങനെ അറിയാനുള്ളതല്ലേ? നമ്മളിപ്പം വൈകിട്ടുണ്ടല്ലോ, ഇതിന്റെ പേര് നമ്മൾ 8 മണി ആകുമ്പോഴത്തേക്കും ഇവരെവിടെ നിന്നാലും വന്ന് നമ്മുടെ ഒന്നെങ്കിൽ പുറയിലോ നമ്മുടെ സെക്യൂരിറ്റി ഇവരെ സെക്യൂരിറ്റീസ് ആണ് ഇവിടുത്തെ ബ്ലേഡ് What is name called? Name? I thought local name should have any traditional name or something like that. So basically these are the traditional weapons you About the spear? yeah. Spear. So what this technical name is? Oringa. Oringa. So it is being used from your ancestors itself Yes. as a traditional weapon, huh? Yes. Brother. Yeah. So Simon basically Tanzanian. Simon the family. You have 3 kids, right? Sorry? 3 kids. No. For now I have 5. Time has gone up. Time has gone up. That's why. നീ എന്റെ കളിയൊക്കെ വേടാ രണ്ടെണ്ണന്നൊക്കെ പറഞ്ഞിട്ട്. Welcome home. Oh, thank you. So, hakuna matata. Yes. Karibuni kabisa. Karibuni kabisa. What is that like? Welcome and welcome and welcome. Here നമ്മൾ പേര് അസാൻഡേ സാനാണ്. Karibu kabisa. വലിയ കുന്തവും കത്തിയൊക്കെ പിടിച്ച് കാവലായി മസായികളുടെ സാന്നിധ്യം യാത്രയെ അല്ലെങ്കിൽ ആ കോട്ടേജ് താമസത്തെ വളരെ സുരക്ഷിതമാക്കുന്നു എന്നതാണ്
നോക്കടാ ക്യാമറയിലോട്ട് നോക്കടാ. ഇങ്ങനെ വായ വിളിക്കണേ. ഹായ്, മസായി മാറ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അല്ലെങ്കിൽ കറുത്ത ഭൂഖണ്ഡം എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന കറുത്ത ഭൂഖണ്ഡത്തിലെ വളരെ പച്ചയായ ഒരു സ്ഥലമാണ് മസായി മാറ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്ത് മസായി എന്ന ദേശത്താണ് ഈ മസായി മാറ സ്ഥിതി ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ കൗണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു പക്ഷേ ഒരു ഏർലി ഇൻഹാബിറ്റൻസിൻ്റെ ഇപ്പോഴും കോ എക്സിസ്റ്റൻസ് ഉള്ള ഒരു അപൂർവം സ്ഥലങ്ങളിലൊന്ന്, അതായത് മനുഷ്യനും മൃഗങ്ങളും കൂടെ ചേർന്ന് വസിച്ച് കൊണ്ടുപോകുന്ന ഒരു സിവിലൈസേഷൻ എന്ന് പറയാം. സിവിലൈസേഷൻ അത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ, എന്നാൽ പോലും ഇവിടെ നല്ല നേച്ചറാണ്. ഇവിടെ സ്ഥലങ്ങളൊക്കെ മസായികളുടെ പേരിലാണ്, അത് ലീസിനെടുത്തിട്ടൊക്കെയാണ് ഇവിടുത്തെ ഒരു കോ എക്സിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഏർലി ചരിത്രം എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്തെ ഇമിഗ്രേഷനും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു ഇമിഗ്രേഷൻസും മറ്റുള്ള കാര്യങ്ങളും നടന്നിരുന്നു. ആ സമയത്ത് തന്നെ വളരെ അപൂർവം സ്പീഷ്യസാൽ സമ്പുഷ്ടമായിരുന്നു ഈ സ്ഥലമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ ഒരു ബ്രിട്ടീഷ് കോളനി സമയത്തൊക്കെ ഇവരുടെ സ്ഥലങ്ങളെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും അത് തന്നെ ഒരു സിവിൽ ഡിസ്പ്യൂട്ടിലൊക്കെ വരികയൊക്കെ ചെയ്തു. പിൽക്കാലത്ത് ഒരു 1948-49 ഇഫ് ഐ എം നോട്ട് റോങ് ഈ സ്ഥലത്തെ ഒരു നാഷണൽ പാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു റിസർവ് ഫോറസ്റ്റായിട്ടൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മസായികൾക്ക് അവരുടെ ലാൻഡ് ഓണർഷിപ്പും മറ്റുമൊക്കെ കിട്ടുകയും ഒരു പ്രൊഫഷണൽ കൗണ്ടി രൂപീകരിക്കപ്പെടുകയും ഒരു കോ എക്സിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് ചെയ്തു പോകുന്നത്. കെനിയയ്ക്ക് ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഐ തിങ്ക് 1968 കെനിയയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഈ സ്ഥലത്തെ ഒരു നാഷണൽ പാർക്കായിട്ട് ചെയ്യുകയും ഹണ്ടിങ് പോലുള്ള കാര്യങ്ങൾ നിരുപദ്രവമായി നിർത്തുകയും അല്ലെങ്കിൽ നിരോധിക്കുകയും ചെയ്തു എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ക്യാമ്പുകൾ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏറ്റവും പച്ചയായ സ്ഥലം, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇവിടെ വരാം. ഇവിടെ നമുക്ക് വൈൽഡ് ലൈഫ് നല്ല രീതിയിൽ ആസ്വദിക്കാം. കാടും പച്ചപ്പും മാത്രമല്ല, മൃഗങ്ങളെയും ഒട്ടനവധി മൃഗങ്ങൾ നമ്മൾ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രിമിറ്റീവായിട്ടുള്ള വളരെ ജൈജാൻറ്റിക്കായിട്ടുള്ള ബബൂൺസ്, മങ്കിയുടെ സ്പീഷീസ്, അതുകൊണ്ട് തന്നെ ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെ ക്രോക്കഡൈലൊക്കെ മഗ്ഗാണ്, വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു പക്ഷേ അതിൻ്റെ ഒരു ജീവിത വ്യവസ്ഥയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തത്തോളം കാലം തിരിച്ച് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന മൃഗങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ നേച്ചർ ഏത് സമയത്ത് വേണേലും മാറാൻ കഴിയും. അതായത് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ക്ലൈമറ്റ് മാറുകയും നല്ലൊരു മഴയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയാണ്. നല്ലൊരു റിസോർട്ടായിരുന്നു, പക്ഷേ നല്ലൊരു ക്യാമ്പായിരുന്നു, റിസോർട്ടായിരുന്നു. പക്ഷേ ഒരു ഫ്ലഡ് കാരണം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്താണെന്ന് പോയി ഞങ്ങളൊരു പർട്ടിക്കുലർ കോൺ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ നല്ല കാഴ്ചകൾ, സഫാരി ക്രൂസൊക്കെ ആയിട്ട് നാഗാൻ കഴിയുമെന്നും പോകാൻ കഴിയുമെന്നൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചകൾ കാണാനായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പച്ചപ്പും കൂടുതൽ വന്യമൃഗങ്ങളെയും സ്നേഹത്തോടെ, വന്യമൃഗം എന്ന് പറയാൻ അറിഞ്ഞുകൂടാ, ഭൂമിയിൽ നമുക്കുള്ള അവകാശങ്ങൾ, നമുക്കുള്ളതോടൊപ്പം തന്നെയുള്ള അവകാശങ്ങളുള്ള എല്ലാ മൃഗങ്ങളെയും മാക്സിമം കാണാനായിട്ട് ഒരു ചെറിയ യാത്ര. ഏതാ കരയുന്നത് ഞാൻ പറഞ്ഞ എന്നെ ഇപ്പൊ തള്ളിയിടും. രണ്ട് ഭർത്താവ് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നിലവിളിയാ കേട്ടത്. അത് ഓൾറെഡി റിസോർട്ടിനടുത്തൂടി ഒഴുകുന്ന പുഴയുടെ അടുത്തേക്ക് ഏവരും കടന്നു. കാട്ടിൽ കൂടെ തന്നെയായിരുന്നു മാരാ റിവറിൻ്റെ സൈഡിലേക്കുള്ള ഞങ്ങളുടെ പോക്ക്. ആ സമയങ്ങളിലെ ഓരോ നിമിഷവും അവിസ്മരണീയം തന്നെയായിരുന്നു. ആ നിമിഷങ്ങളെ മനോഹരമാക്കുന്ന ഓരോ ഗ്രൂപ്പ് അംഗങ്ങളും ഈ സ്ഥലവും ഈ ദിനവും മിസ് ചെയ്യുന്നു എന്നതാണ്. ഈ യാത്രയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. ഇവിടെ നിന്ന് പോയപ്പോൾ അവിടെയുള്ള മനുഷ്യരെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. പലരും അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നല്ല മനുഷ്യരുടെ ലോകത്തേക്ക് എത്തി എന്നൊരു ചിന്തയാണ് ഉണ്ടായത്. ആ ലോകത്തോടുള്ള യാത്ര ചെയ്യാൻ വീണ്ടും മോഹത്തിലാണ് ഓരോരുത്തരും അവിടെ നിന്ന് മടങ്ങിയത്. റീസണബിൾ ആയിട്ടുള്ള പാക്കേജും നല്ല താമസവും ഭക്ഷണവും സഫാരിയും വീണ്ടും അവിടേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വനപ്രദേശവും ഈ റിസോർട്ടും ഇവിടുത്തെ സഫാരിയുമെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഉള്ളതാണ്. അവരുടെ രീതിക്കനുസരിച്ച് കൃത്യസമയത്ത് കൊണ്ടുപോവുകയും കൊണ്ടുവിടുകയും കൃത്യമായ കാഴ്ചയിൽ എത്തിക്കുകയും ചെയ്യുന്ന സഫാരി ഡ്രൈവേഴ്സും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ജൂണിലെ അടുത്ത യാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ പോയവർ പലരും വീണ്ടും ഞങ്ങൾക്കൊപ്പം കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ യാത്രയുടെ പ്രത്യേകതയും.
ചുമ്മാല കാല് കൈയൊക്കെ ഓടിച്ചേ. ഈ ദിനത്തിലെ യാത്രയും കാഴ്ചകളും അവസാനിക്കുമ്പോൾ ഈ രാത്രി വിശ്രമിച്ചെണീക്കുമ്പോൾ മാരയിലെ വന്യജീവി വസന്തിലേക്കാണ് നമ്മൾ കടക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആ കാഴ്ചയിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മസായി മാര വിരുന്നൊരുക്കുമ്പോൾ ആ കാഴ്ചയിലേക്ക് വീണ്ടും നമുക്ക് കാണാം. ജൂബി കരിക്കാനം, MTI.